Welcome, my dear friends. How are you? Today, I'll give you a detailed appreciation of the poem The Seedling by Paul Laurence Dunbar, which is suitable for a 5-mark question. Paul Laurence Dunbar's poem The Seedling beautifully presents the theme of perseverance and growth through struggle. Through the journey of a tiny seedling, the poet conveys how determination and effort can lead to blooming success. The poem draws a parallel between the growth of a plant and the life of a human being, especially children, who must also face difficulties to grow into responsible individuals. The poem begins by portraying the modest origin of a small seedling and ends with an inspiring moral message for young readers. The poem tells the story of a small, not so strong seedling that begins its journey in the darkness of the soil. Despite its weakness, the seedling talks to itself and decides to do its best. With courage, it pushes a leaflet out into the daylight to explore the world. Encouraged by what it sees, it invites the other parts of the plant to grow. The process is not easy. The seedling struggles, sweats, and pants, but it does not give up. Soon, the seedling turns into a full plant, and with the support of the sun and the rain, it blossoms. In the final stanza, the poet advises children to follow the seedling's example, work hard, stay hopeful, and grow into virtuous individuals. The poem is rich in imagery, such as darksome bud, pushed a little leaflet, and found itself a flower, which create a vivid picture of the plant's journey. The figures of speech include personification, that is, the seedling talks and sweats like a human, and metaphor, that is, the seedling's growth symbolizing human development. The rhyme scheme of the poem is ABCB, which adds a smooth musical flow. The central message of the poem is to remain determined during times of struggle and to believe that sincere effort and patience will eventually lead to success and beauty in life. Now, let's know the Malayalam explanation of the appreciation. പോൾ ലോറൻസ് ഡൺബറിന്റെ കവിതയായ ദ സീഡ്ലിംഗ് ധൈര്യം, ആത്മവിശ്വാസം, കഠിനാധ്വാനം എന്നിവയിലൂടെ ജീവിത വിജയം നേടാനാകും എന്ന ആശയത്തെ ആധാരമാക്കിയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഒരു ചെറിയ വിത്തിന്റെ വളർച്ചയുടെ കഥയിലൂടെ കവി പരിശ്രമത്തിലൂടെയുള്ള വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വിത്തിന്റെ ജീവിതം കുട്ടികളുടെ ജീവിതത്തെയും പ്രതിനിധീകരിക്കുന്നു. നാം എത്ര ദുർബലരാണെങ്കിലും ധൈര്യവും ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് നമുക്ക് ജീവിത വിജയം കൈവരിക്കാനാകുമെന്ന മഹത്തായ സന്ദേശം ഈ ചെറുവിത്തിന്റെ ജീവിതയാത്രയിലൂടെ കവി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ചിന്തിച്ചും പ്രവർത്തിച്ചും വളരേണ്ടതിന്റെ സന്ദേശം കവിത നൽകുന്നു. കവിതയിൽ പ്രധാനമായും ഊന്നി നിൽക്കുന്നത് വിത്തിന്റെ ജീവിതയാത്രയാണ്. അതിന്റെ ശക്തി കുറവാണെങ്കിലും അത് ആത്മവിശ്വാസത്തോടെ സ്വയം സംസാരിച്ച് താൻ കഴിയുന്നത്ര ശ്രമിക്കുമെന്ന് തീരുമാനിക്കുന്നു. ചെറിയൊരു ഇലയെ അത് വെളിച്ചത്തിലേക്ക് വരുത്തുന്നു. ആ ചെറിയ ഇല ചുറ്റുപാടും മനസ്സിലാക്കി മറ്റുള്ളവരെയും വളരാൻ ക്ഷണിക്കുന്നു. വളർച്ച എളുപ്പമല്ലായിരുന്നു. അതിന് ക്ഷീണവും വിയർപ്പും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. എങ്കിലും അത് കീഴടങ്ങുന്നില്ല. കുറച്ചു സമയം കൊണ്ട് തന്നെ അത് വലുതായി പുഷ്പിക്കുന്നു. സൂര്യപ്രകാശവും മഴയുമൊക്കെ അതിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നു. അവസാന ഭാഗത്തിൽ കവി വിത്തിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അധ്വാനിക്കുകയും നന്മയുടെ വഴിയിലേക്ക് വളരുകയും ചെയ്യണമെന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്യുന്നു. വിത്തിന്റെ വളർച്ച മനുഷ്യ ജീവിതത്തിന്റെ പ്രചോദനാത്മക പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നു. കവിതയിൽ ഡാർക്സം ബഡ്, pushed a little leaflet, found itself a flower തുടങ്ങിയ ശക്തമായ ഇമേജറികൾ കാണാൻ സാധിക്കും. പേഴ്സോണിഫിക്കേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ച് കവി വിത്തിനെ മനുഷ്യരെ പോലെ സംസാരിപ്പിക്കുകയും വിയർപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ മാനവ സ്വഭാവങ്ങൾ വിത്തിന് നൽകുന്നു. വിത്തിന്റെ വളർച്ചയിലൂടെ മനുഷ്യരുടെ വളർച്ചയ്ക്ക് തന്നെ പ്രചോദനമേകിക്കൊണ്ട് മെറ്റഫർ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
കവിതയുടെ റൈം സ്കീം ABCB ആണ്. ഇത് കവിതയ്ക്ക് മാധുര്യവും ലാളിത്യവും നൽകുന്നു. ഈ കവിത നൽകുന്ന സന്ദേശം നമ്മൾ ഏത് സാഹചര്യവും നേരിടാൻ ധൈര്യത്തോടെ തയ്യാറായിരിക്കണമെന്നും അവിശ്രമമായ പരിശ്രമം നമ്മുടെ ജീവിതത്തെ ഒരു പുഷ്പം പോലെ മനോഹരമാക്കുമെന്നുമാണ് കവി ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. Now let's see the questions and answers from this poem. What triggered the seedling's work of life? വിത്തിന്റെ ജീവിതയാത്രയിലേക്കുള്ള പ്രയാണം ആരംഭിക്കാൻ കാരണമായത് എന്താണ്? The warmth of the sun and the call of life triggered the seedling's work of life. It responded to nature's call and began its journey upward. സൂര്യന്റെ ചൂടും ജീവിതത്തിന്റെ വിളിയും ഒക്കെയാണ് വിത്തിനെ വളരാൻ പ്രേരിപ്പിച്ചത്. പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനം വിത്തിന് വളരാനുള്ള ഉത്സാഹവും ഊർജവും നൽകി. What is inspiring about the seedling's attitude to life? വിത്തിന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മറ്റുള്ളവർക്ക് പ്രചോദനകരമാക്കുന്നത് എന്താണ്? The seedling faces all difficulties and challenges with courage and continues to grow upward. This positive and fearless attitude is inspiring. തന്റെ മുന്നിലുള്ള ഏതു പ്രതിബന്ധങ്ങളെയും ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കഠിനാധ്വാനത്തോടെയും ഒക്കെ നേരിട്ടുകൊണ്ട് മുന്നോട്ടു പോയി ജീവിത വിജയം കൈവരിക്കുന്ന വിത്തിന്റെ ജീവിതയാത്രയാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത്. Why was the seedling in a hurry to come out of the earth? വിത്ത് മണ്ണിൽ നിന്നും പുറത്തു വരാൻ തിടുക്കത്തിൽ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? The seedling was eager to see the light and to respond to the call of life. It wanted to grow towards the sun without wasting time. സൂര്യപ്രകാശവും ജീവിതത്തിന്റെ വിളിയുമൊക്കെ ഉത്സാഹത്തോടെ പുറത്തു വരുവാൻ വിത്തിനെ പ്രേരിപ്പിച്ചു. പ്രകൃതിയിൽ നിന്ന് കിട്ടിയ പ്രചോദനം വിത്തിനെ എത്രയും പെട്ടെന്ന് പുറത്തു വന്ന് ജീവിതം തുടരാൻ ആഗ്രഹിപ്പിച്ചു. How is the growth of the plant described in the poem? ചെടിയുടെ വളർച്ച കവിതയിൽ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? The growth of the plant is described as a struggle through pain and hardship. Though it faces difficulties and challenges, it keeps growing stronger and taller. ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിടുമ്പോഴുണ്ടാകുന്ന ഒരു പോരാട്ടമായി ചെടിയുടെ വളർച്ചയെ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അതിജീവിച്ച് തുടർച്ചയായി ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് വളരുകയാണ് ചെയ്യുന്നത്. അവസാനം പൂവണിയുകയും ചെയ്തു. What message does the seedling give us? വിത്ത് നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? The seedling gives us the message that difficulties and challenges are necessary for growth. Struggles make us stronger and help us reach our full potential. വളർച്ചയ്ക്കായി കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നത് അനിവാര്യമാണെന്നാണ് വിത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ നമ്മെ കൂടുതൽ ശക്തരാക്കി ജീവിതത്തിലെ ഉന്നതിയിലേക്ക് നയിക്കുന്നു എന്നാണ് വിത്തിന്റെ വളർച്ചയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. Dear friends, here I am winding up today's class. We will see the rest, the activities and more in the next video. If you enjoy my classes, please don't forget to like, share and subscribe. Thank you and have a wonderful day.